അപ്പോൾ മൈത്രൻ കുറേ കാലമായിട്ട് അഡ്രസ്സ് ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് തോന്നൂലേ പിന്നീട്? വയ്യാതായിട്ട് ചിലപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഉണ്ടാകാം. കാരണം എനിക്ക് മൂവ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്പിരിച്വൽ എന്ന് പറയുന്നവരുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ഒക്കെ ഇരിപ്പ് മറ്റുള്ളവർ അവരിലേക്ക് വരണം എന്നാണ്. ഞാൻ അതിന് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ആരാണോ ആവശ്യപ്പെടുന്നവരുടെ അടുത്തേക്ക് ഞാൻ എത്തുക എന്നുള്ളതാണ് അതൊരു ജനാധിപത്യപരമായ പുതിയ രീതി വികസിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. അന്യരായ ആളുകൾ എന്നുള്ളവരെ അന്യരായി കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ സുഹൃത്തുക്കളുടെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പം ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഒരു സുഹൃത്താണ് എനിക്കുള്ളത്. എല്ലാം പുതിയ പുതിയ ആൾക്കാരായിരിക്കും, 80% പുതിയ ആൾക്കാരാണ്. ഞാൻ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് എനിക്ക് അറിവുണ്ട്. അപ്പോൾ എൻ്റെ മുന്നേ വരുന്ന ആളിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്ത് അവരുമായി ജീവിക്കാനാണ് ഞാൻ പോകുന്നത്. എന്നോടൊത്ത് ജീവിക്കാനല്ല, അവരോടൊത്ത് ജീവിക്കാനാണ് ഞാൻ പഠിച്ചത്. അതാണ് ജനാധിപത്യത്തിനകത്തെ അപ്പുറത്തിരിക്കുന്ന ചുറ്റുപാടിനെ ഇണങ്ങുകയും ചെയ്യുന്ന അറിവാണ് എനിക്കുള്ളത്. അതാണ് പുതിയതായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പരിചയമുള്ളിടത്തോട്ട് പോകുന്നു എന്ന് ഞാനിങ്ങനെ ആളുകൾ സുഹൃത്തുക്കളുടെ അടുത്തോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ സുഹൃത്തല്ലാതെ ഞാൻ ആളുകളെ കാണുന്നില്ല. ഞാൻ ആളുകളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നത്. എനിക്കതൊരു പ്രശ്നമായിട്ട് ഞാൻ കാണാറില്ല. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എതിരിൽ വരുന്ന വണ്ടിക്കാരന് ബ്രേക്ക് ഔട്ടാതായിട്ടുണ്ടായിരിക്കും, അവന് ഇടിക്കാൻ പറ്റും. ഇതൊക്കെ ഒഴിയാൻ അറിയുന്നതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അല്ലാതെ അപ്പുറത്ത് മര്യാദയ്ക്ക് ഓടിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ച് അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെയല്ല അത് ചെയ്യുന്നത്. അപ്പോൾ അറിഞ്ഞ് ലോകത്ത് ജീവിക്കാൻ ഉള്ള എബിലിറ്റി നമ്മൾ വികസിപ്പിക്കുന്നുണ്ടാണ്. അപ്പം ഞാൻ ആളുകളെ എന്നോടൊത്ത് ജീവിക്കാനല്ല, അവരോടൊത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വേറെ അതിനകത്ത് അല്ലാതെ സന്യാസത്തിൻ്റെ ഒരു യുക്തി അതിനകത്തില്ല. സന്യാസിമാരിങ്ങനെ യാത്ര ചെയ്തു പോയി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ഉദാഹരണം പണ്ടുകാലത്ത് ഉദാഹരണമാണ് എന്താണ്, പൂവിനകത്ത് തേനെടുക്കുന്ന പൂമ്പാറ്റയെ പോലെയാണ് സന്യാസി എന്നാണ്. ചിരിച്ച എല്ലാവരുടെ അടുത്തും ഒന്ന് എടുക്കും. അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലാതെ അവർ ജീവിക്കും എന്നുള്ള. ഞാൻ അങ്ങനൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ച ആളാണ്. അതുകൊണ്ടാണ് ആളുകളോട് ഒത്ത് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നത് ശാരീരികമായിട്ട് രോഗം വരാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിനെ പറ്റിയുള്ള അറിവ്, എക്സർസൈസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള അറിവ്, ഇത്തരത്തിലുള്ള അറിവുകൾ കൊണ്ട് എനിക്ക് രോഗം വരാതിരിക്കുന്നത് മറ്റുള്ളവർക്ക് ആദ്യത്തെ ആശ്വാസമാണ്. അല്ലെങ്കിൽ അവർ അത് എന്നെ നോക്കാൻ നിൽക്കണ്ടേ. അപ്പം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സാമൂഹ്യ സേവനം. ഇതൊക്കെ ഇങ്ങനെ അറിയുന്ന കാരണം കൊണ്ട് അവരുടെ ഒരു ആളുടെ അടുത്ത് എത്തുമ്പോൾ ആ ആളിൻ്റെ സൗകര്യങ്ങളനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. വലിയ ധനമുള്ളവരും തീരെ ധനമില്ലാത്തവരും എന്നെ വിളിക്കും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളും എന്നെ വിളിക്കും. എന്നെ കേട്ടിട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചാൽ ഞാൻ പോകും അവരുടെ അടുത്ത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ തീരെ സൗകര്യങ്ങളൊക്കെ കാണത്തില്ല. എനിക്കതൊരു പ്രശ്നമായിട്ട് ഞാൻ അനുഭവിക്കത്തില്ല. കാരണം ആ ആൾ ജീവിക്കുന്നുണ്ടല്ലോ അവിടെ, അപ്പോൾ എനിക്കും പറ്റും. അത് നമ്മൾ പ്രാക്ടീസസ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിനകത്ത് ഒരു ഗസ്റ്റ് ആകുകയല്ല ചെയ്യുന്നത്, അവരോടൊപ്പം ജീവിക്കുക ചെയ്യുന്നത്. ഈ സമയത്ത് കനിയുടെ ഒരു വിളി വരെയാണ്, ഒരു ആവശ്യം വരികയാണ്. അപ്പോൾ പ്രോമിനൻസ് എങ്ങനെയായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക? അപ്പോൾ കനി എന്ന് പറയുന്ന മകളാവുമ്പോഴും അതൊരു സ്വതന്ത്ര ജീവിയായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ നമ്മളെ ആവശ്യപ്പെടുന്ന നമ്മുടെ സർക്കിളിൽ വരുന്ന ഒരാളാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിരിക്കുമല്ലോ മനസ്സ് പറയുക, അങ്ങോട്ടേക്കായിരിക്കില്ലേ പോവുക? അത് ആവശ്യം അനുസരിച്ചാണോ ഫിക്സ് ചെയ്യുന്നത്, അതേ മനസ്സിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചാണോ ഫിക്സ് ചെയ്യുന്നത്? ആവശ്യം അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ വെറുതെ ഞാനിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെ ഒഴിവാക്കിയിട്ട് കനിയോ ജയശ്രീയുടെ അടുത്തോ പോകുന്നുണ്ടാകില്ല. പക്ഷേ വിളിക്കാതെ പോകുന്ന ഒരാൾ ജയശ്രീ മാത്രമേ ഉള്ളൂ. കനിയും വിളിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. വിളിക്കാതെ പോകുന്ന ജയശ്രീ, അത് ജയശ്രീ ഞാനും തമ്മിലുള്ള നേരത്തെ ഉള്ള നമ്മൾ രണ്ടുപേരും ഇണകളായിട്ടിരിക്കുന്ന കരാറുള്ളത് കാരണം കൊണ്ട് ജയശ്രീയുടെ അടുത്ത് ഞാൻ പോകുക എന്ന് പറയുന്നത് ജയശ്രീ ഫോൺ എടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വടക്കൻ കേരളത്തിലോട്ട് പോയാൽ ജയശ്രീയുടെ അടുത്ത് ഞാൻ പോയിരിക്കും. അത് ആ ഒരാളുടെ അടുത്ത് മാത്രമാണ് ഇപ്പോഴും വിളിക്കാതെ പോകുന്നത്. ബാക്കി വിളിക്കുന്നിട്ട് ആവശ്യമുള്ളിടത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായ അനുഭവം ഉണ്ടാകത്തില്ല. അത്രയേ ഉള്ളത്. ആവശ്യമുള്ളവരുടെ അടുത്ത് ആവശ്യമുള്ള അത്രയും കാലം ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളും വേണ്ടവരാണെന്ന് നമ്മളെ അവർക്കും അനുഭവിപ്പിക്കും, അവരും അനുഭവിക്കും. ആവശ്യം കഴിയുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവിടുന്ന് പോകാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ബന്ധങ്ങളെ ഉണ്ടാവുള്ളൂ.
അതുപോലെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ കനിയുടെ വിദ്യാഭ്യാസത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയും അന്ന് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങനെയായിരിക്കും കനിയുടെ അടുത്തുള്ള, ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം കനിക്കുണ്ടോ? നമ്മൾ തിരിച്ചെന്തെങ്കിലും കാര്യത്തിൽ ഇതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്ന അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു രീതിയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവൾ പറയുന്നത് നമ്മൾ ഇപ്പം ഞാനും ജയശ്രീയും കൂടെ മിക്കവാറും ഒന്നിച്ച് ആണ് അത് കേൾക്കാറുള്ളത്. അവൾ പറയുന്നത് കേൾക്കാറേ ഉള്ളൂ, അല്ലാതെ അഭിപ്രായങ്ങൾ പറയാറില്ല. ചോദിക്കുവാണെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ അഭിപ്രായം പറയും. അത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്ന പോലെ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ കനി അഭിനയിക്കുന്നത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കാമായിരുന്നോ, അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ കൂടെ പോകാമോ, ഇപ്പം നീ യാത്ര ചെയ്യുന്ന ഇന്നടത്താണോ, ഇതൊന്നും ഇങ്ങനത്തെ ഒരു ചോദ്യമോ ഉത്തരവോ നമുക്കില്ല. അവൾ വിളിച്ചിട്ട് ഇന്നടത്താണുള്ളത് എന്ന് പറയുമ്പോൾ അത് അറിയുകയും അവൾ ഇന്നതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പം അവൾ ഹിന്ദിയിലൊക്കെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അത് കാണാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഈ ഹിന്ദി എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഫ്ലുവൻ്റായിട്ട് കേൾക്കാത്തപ്പോൾ നമുക്ക് അതിൻ്റെ സൂക്ഷ്മതയൊന്നും കിട്ടത്തില്ല. അപ്പോൾ വേറൊരാളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പാടുപെട്ട് കാണാനായിട്ട് ഞാൻ പോകാറില്ല. അപ്പോൾ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ടാവും എന്നുള്ളതല്ലാതെ ഞാൻ അവളെ അഭിനയിച്ച എല്ലാ സാധനവും കണ്ടിട്ടൊന്നുമില്ല. അവളും പറയാറുണ്ട് ഇപ്പോൾ അഭിനയിച്ചതെല്ലാം കാണാൻ പറയത്തൊന്നുമില്ല. ചിലത് സിനിമ കണ്ടു നോക്കാൻ പറയുന്ന ഒരു സജഷൻ വരുന്നതാണെങ്കിൽ ഇവിടെ സിനിമ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കാണണമെന്നുള്ള ആഗ്രഹമാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ദിവസവും അവളെ വിളിക്കുന്നത് തീരെ ഇല്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് അവളെവിടെയാണെന്നും എന്തോ ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവർ അറിയുന്ന പോലെ ഞാനും അറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ വാട്സാപ്പ് എന്ന് പറയുന്ന ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇന്നടുത്തുണ്ട്, അപ്പോൾ അതിനകത്ത് അവൾ എവിടാ എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പടി വന്നാൽ ഇങ്ങോട്ടെങ്ങാണ്ട് വരുവാണെന്ന് മനസ്സിലാവും. അപ്പം അവൾക്കും തിരക്കുള്ള ഒരാളാണ്, ജയശ്രീക്ക് തിരക്കുള്ള ആളാണ്, എനിക്ക് തിരക്കുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അല്ലാതെ കാണാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജയശ്രീ അടുത്ത് ഞാൻ പോകുമ്പോൾ ജയശ്രീ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന ദിവസം വരും എന്ന് പറയുമ്പോൾ ജയശ്രീ അവിടെ കാണണമെന്നില്ല. അപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു ഇതില്ല. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നടത്താണെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു മറുപടി ഇല്ലെങ്കിൽ കാണാൻ കഴിയാത്തിടത്താണ് എന്ന് മനസ്സിലായി. പിന്നെ അതിനകത്ത് വലിയ നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കത്തൊന്നുമില്ല. നമ്മൾ ആ ഒരു ഡയലോഗില്ല. അതേ സമയത്ത് ഇന്നടത്ത് പോവുകയാണ്. ഇപ്പോൾ ജയശ്രീയും ഞാനും കനിയും കൂടെ ഒന്നിച്ച് കാണുക എന്ന് പറയുന്നത് കനിയുടെ മുൻകൈയിൽ ജയശ്രീയെ കാണാൻ കനി പോകുമ്പോൾ ഞാൻ ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ ജയശ്രീയുടെ അടുത്തുണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എത്തിച്ചിട്ട് നമുക്ക് 3 പേർ കൂടെ കാണാം എന്നുള്ള അർത്ഥമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഗോവയിലാണ് അവൾ താമസിക്കുന്നത്, അവിടോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് അപ്പം 2 പേരും ആ സമയം കണ്ടെത്തി അവിടെ എത്തിച്ചേരുക ചെയ്യുന്നത്. അങ്ങനെയാണത് കാണുന്നത്. അല്ലാതെ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ അമ്മയും അച്ഛന്മാരൊക്കെ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്ന ഒരു സാധനവും അതിനകത്തില്ല. വളരെ സ്വതന്ത്രരായ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അവർ ചെയ്ത് ജീവിക്കുന്നു. ഇപ്പം കനി തന്നെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമല്ലേ ഞാൻ ഈ കാര്യം അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ എൻ്റെ പ്രായത്തിൽ ഞാൻ എന്നെ കേരളത്തിൻ്റെ കണക്കനുസരിച്ച് മരിക്കാറായി. മരിക്കാതെ നമ്മൾ ഇരിക്കുന്ന കാരണം കൊണ്ട് മാത്രം നമ്മൾ ഇവരുടെ കാര്യം തിരക്കുന്നതല്ലേ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നവരും. അതെ അതെ, അത്രയേ ഉള്ളത്. പക്ഷേ എങ്കിലും ഈ പഠിപ്പിച്ച ഒരാളെന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രൗഡ് ഉണ്ടാവുന്ന നിമിഷങ്ങളുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ അയാൾ നന്നായി ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു അഭിമാന ബോധമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇല്ലെങ്കിൽ ഒരു തോട്ട് സ്കൂളിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റ് നന്നായി ചിന്തിക്കുന്ന കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷം തോന്നും. ചില സെൻറ്റൻസുകളൊക്കെ പറയുന്ന കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ മൈത്രേയൻ ചിലതൊക്കെ പറയുന്ന കാണുമ്പോൾ എനിക്ക് മൈത്രേയനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. അതേപോലെ എപ്പോഴൊക്കെയാ സന്തോഷം തോന്നണം? അവളുടെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. ഞാൻ ഈ പ്രൈഡ് എന്ന് പറയുന്ന കാര്യമല്ല എനിക്കുള്ളത്. പ്രൈഡ് ഒരു നല്ലതല്ല, നല്ല ഒരു ഇതല്ല. ഐ ആം പ്രൗഡ്. ആൾക്കാരിങ്ങനെ എനിക്ക് ഇപ്പോൾ കാനിൽ പോയപ്പോൾ പ്രൗഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ട് ഞാനൊരു പ്രൗഡല്ല. ഞാൻ മറ്റൊരാളെ ചെറുതാക്കുന്ന ഒന്നാണ് ഈ പ്രൈഡ് എന്ന് പറയുന്നത്. അതേ അല്ല, നമുക്ക് സന്തോഷം തോന്നുന്ന സമയം ഇപ്പം ഇയാൾ അതാണ് പറഞ്ഞത്, നമുക്ക് നല്ല സന്തോഷം തോന്നില്ല, സന്തോഷമാണ് തോന്നുന്നത്. അത് നമ്മുടെ പരിചയക്കാരായിരിക്കുന്നത് പോലെ തന്നെയാണത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരന് അച്ചീവ്മെൻറ്റ് അവർക്കുണ്ടായാൽ നമ്മൾ സന്തോഷിക്കും. ഈ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് അതിനകത്ത് ഒന്നുമില്ല. അല്ല, ഈ പ്രൈഡ് എന്ന് പറയുന്ന സാധനം എൻ്റെ എന്തോ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല. കുട്ടിയെ വളർത്തിയാൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ല
അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ ചേർന്നാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് ഇന്ന്. പണ്ടൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് പറയാം നമ്മളാണ് കുട്ടികളെ വളർത്തുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 3-ാമത്തെ വയസ്സാകുമ്പോൾ തൊട്ട് നഴ്സറി പോകുന്നവരല്ലേ. നമ്മളോടൊപ്പം തന്നെ അധ്യാപകർ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തും. അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ് റൂമിനകത്ത് അവരുടെ കൂട്ടുകാരായി മാറുന്നവർ അവരായിരിക്കും ഏറ്റവും പ്രൈമറി ആയിട്ട് അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തുടർച്ചയുള്ള ഒരു സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും കൂടിയിരിക്കുന്നത്. നമ്മളെക്കാളും കൂടുതൽ നീണ്ട കാലത്ത് കൂട്ടുകാരായിട്ടിരിക്കുന്നവരായിരിക്കും ഒരാളെ നിർണ്ണയിക്കുന്നത്. പിന്നെ എത്രയോ മനുഷ്യർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവരെല്ലാവരും വളർത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണത്. ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കനി ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യമല്ല അവൾ ചെയ്തത്. അവൾ വേറൊരു എനിക്ക് ഒരു അല്പം പോലും അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിനകത്താണ് അവൾ വിജയിക്കുന്നത്. എനിക്ക് അഭിനയിക്കാനായിട്ട് ഞാൻ ഒരു വരി പറയാനായിട്ട് ഒന്ന് ശ്രമിച്ചായിരുന്നു. ഞാൻ കുഴഞ്ഞു പോയായിരുന്നു. 3 തവണ എടുത്തിട്ട് പോലും ശരിയായില്ല. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ആർട്ടിനകത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മേഖലയ്ക്കകത്ത് എനിക്ക് യാതൊരു കോൺട്രിബ്യൂഷൻ അവളുടെ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. അത് അവളുടെ സ്വന്തമല്ലേ. അതിനകത്ത് അവളുടെ സ്വന്തമാണെന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത ഒരു സ്വന്തമാണത്. അഭിനയക്കാർ ചെയ്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ സ്ത്രീ നാടക പ്രവർത്തകരായിരിക്കുന്നവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ പ്രോഡക്റ്റാണ്, ഡ്രാമ സ്കൂളുകാരുടെ പ്രോഡക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അവൾ ഫ്രാൻസിൽ പോയി പഠിച്ച അവരുടെ ഇതെല്ലാം കൂടെ ചേർന്നുണ്ടായിരിക്കുന്ന ഒരാളാണ് അവൾ. അല്ലാതെ അതിനകത്ത് ഞാൻ എന്താണ്, എൻ്റെ റോൾ എത്രയാണ്, വളരെ മിനിമമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അറിയേണ്ടതുണ്ട്. നമ്മുടെ മക്കളൊന്നും നമ്മുടേതല്ലാതായി എന്നേ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പണ്ടത്തെ പോലെ അമ്മയുടെയും അച്ഛൻ്റെയും വളർത്തിയ മക്കളായിട്ട് നമ്മൾ, അതുകൊണ്ടാണ് ഈ തുടർച്ച അവരുടെ പേരൊക്കെ നമ്മുടെ പുറകിൽ എഴുതി വെപ്പിച്ചിട്ട് നമ്മളെ അവരുടേതാക്കാനുള്ള ഈ ശ്രമങ്ങളെന്ന് പറയുന്നൊന്നും ഒരു മീനിങ്ങും ഇല്ല. സ്കൂളിനകത്താണ് അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് വീട്ടിലോട്ട് വരുന്നിടത്തായി മാറിക്കഴിഞ്ഞിട്ടില്ലേ. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാ. അതുകൊണ്ടാണ് അങ്ങനെ അത് കാണാത്തത്. നമ്മുടെ അല്ല, മക്കൾ നമ്മുടേതാണെന്ന് വിചാരിക്കുന്ന ഒരു കാലം നമ്മൾ തന്നെ പഠിപ്പിക്കും. ഇപ്പോൾ കൃഷി പഠിപ്പിക്കുന്നവർ അവരുടെ മക്കളെ ആ കൃഷി തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ കുലത്തൊഴിൽ ചെയ്യുന്നവർ കുലത്തൊഴിൽ തന്നെ പഠിപ്പിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ മക്കളെ ആരാണ് നമ്മളെന്താ പഠിപ്പിക്കുന്നത്? നമുക്ക് തീരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വേറെ അറിവാണ് ഉള്ളത്. ഇപ്പം ഹാർട്ട് ഓപ്പറേഷൻ പഠിച്ചിരിക്കുന്ന ഒരു മകനോട് അച്ഛൻ എന്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ? അങ്ങനൊന്നും ഇല്ല. ഇതൊക്കെ എന്നേ കഴിഞ്ഞു പോയി എന്നുള്ള കാര്യങ്ങളിലുള്ള തിരിച്ചറിവാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ ഈ പ്രൈഡ് അനുഭവിക്കാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് അല്ല, ഒരു കലാരൂപം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും കൂടെ അത് കൊള്ളാമെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന സാധനമല്ലത്. സന്തോഷമുണ്ട്, അത് സംശയമൊന്നുമില്ല. അവൾ സന്തോഷമായിട്ട് സംസാരിക്കുകയും പറയുകയും, ഞാൻ പറഞ്ഞില്ല, അവൾ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് അത് അവൾ ഓൺ ചെയ്ത് ഓരോന്ന് പറയുന്നതൊക്കെ സന്തോഷം തോന്നും. അഭിമാനമല്ല, പ്രൈഡല്ലത്. അതേപോലെ തന്നെ കനിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് നമ്മൾ കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ അതിനു മുമ്പ് എനിക്ക് ഒരു പഠിക്കാൻ ആഗ്രഹമുള്ളൊരു വാക്കാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആ സ്ഥാപനത്തിൻ്റെ ആദർശവും നമ്മുടെ ആദർശവും ആശയവും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. അപ്പം നമ്മൾ പക്ഷേ അവിടെ ചെയ്യേണ്ട ഒരു ജോലി ഉണ്ടാവും. ഈ നമ്മൾ റിട്ടയർഡ് ആവുന്നവർ ചിലപ്പോൾ അതിനകത്തായിരിക്കും ജോലി ചെയ്യുന്നത്. ആ സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പോലും ഒരു കുറിപ്പ് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് പ്രൊഫഷണൽ ആയി കാണൂ എന്നാണ് പറയുന്നത്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നമ്മുടെ ആശയവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ജോലി നമ്മൾ നിരന്തരമായി ചെയ്യുകയും ഒടുവിൽ റിട്ടയർഡ് ആകുമ്പോഴും നമ്മൾ അതിൻ്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ വാക്ക്. ശരിക്കും ഈ പ്രൊഫഷണലിസത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന വിദ്യാഭ്യാസമായിരുന്നു ഈ ലോകത്തുള്ളത്. അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പോൾ ഫാക്ടറി ആരംഭിക്കുമ്പോഴാണ് പബ്ലിക് സ്കൂളുകൾ ആരംഭിക്കുന്നത്. കുലത്തൊഴിൽ അറിയുന്നവരെയോ വീട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കൃഷിയോ അല്ലെങ്കിൽ കച്ചവടമോ ട്രേഡോ ഇതൊന്നും കൊണ്ട് ഒരു ഫാക്ടറി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫാക്ടറിക്ക് വേണ്ടി ആളുകളെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്കൂളുകൾ ആരംഭിക്കുന്നത്. അത് അവിടെ തന്നെ പോയി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗങ്ങൾ നമ്മൾ പറയുന്ന നിലവാരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിനാണ് ഈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞത്. ആ ഒരു സിസ്റ്റത്തിൻ്റെ തുടർച്ചയ്ക്കകത്ത് പറയുന്ന വരിയാണത്. അപ്പോൾ അത് അവർക്ക് തന്നെത്താൻ ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. ആകെപ്പാടെ ഒരെണ്ണമെങ്കിൽ ഡോക്ടറായിട്ടിരിക്കുന്നതിന് മരുന്ന് കുറിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമാണ് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നത്. ഒരു എഞ്ചിനീയർക്ക് പോലും തന്നെത്താൻ ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല, വലിയ സിസ്റ്റങ്ങളുടെ. അപ്പോൾ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ലോകത്തുണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്.
ആ സിസ്റ്റത്തിനകത്തെ ഒരു പാർട്ടാകാൻ വേണ്ടിയായിരുന്നു ഈ സ്കൂളും കോളേജും എല്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ പ്രൊഫഷണൽ എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. മറ്റേത് പ്രൊഫഷൻ എന്ന് പറയുന്നത് കുലത്തൊഴിലായിരുന്നു പ്രൊഫഷനായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് അവർക്ക് സ്വന്തമായി ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. ഫാക്ടറിക്കകത്ത് നമുക്ക് ഇഷ്ടാനിഷ്ടം അനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. സിസ്റ്റം അനുസരിച്ച് ഡിവിഷൻ ഓഫ് ലേബർ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് അതിനകത്ത് പാർട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു കാർ ഉണ്ടായിരിക്കുന്ന കാർ ഫാക്ടറി ജോലി ചെയ്യുന്ന ആളിന് ആ കാർ എൻ്റേതാണെന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. ഒരു പിച്ചാത്തി ഉണ്ടാക്കുന്ന ഒരു കൊല്ലൻ്റെ കൂട്ടല്ല. പിച്ചാത്തിയുടെ ആദ്യം അവസാനവും കൊല്ലന് അതിന് ഓണർഷിപ്പ് ഫീൽ ചെയ്യും. ഒരു കൃഷിക്കാരന് തെങ്ങയിലെ തേങ്ങ നിൽക്കുന്ന കാണുമ്പോൾ അത് അവന് ഓണർഷിപ്പ് ഫീൽ ചെയ്യും. ഓണർഷിപ്പ് ഫീൽ ചെയ്യാത്ത പണിയെടുത്ത് വല്ലവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നവരെയാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വർക്ക് ഏലിയനേഷൻ അവരനുഭവിക്കും. അവരുടെ പ്രവൃത്തിക്കകത്ത് അവർ ഒരിക്കലും കാണാനൊക്കത്തില്ല. വല്ലവരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന അധികാരിയുടെ ഗുഡ് ബുക്കിൽ പെടുക എന്ന് പറയുന്നത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മുടെ വർക്കിനകത്ത് നമുക്ക് അഭിമാനിക്കാനൊക്കത്തില്ല. കാരണം വർക്ക് നമ്മുടേതല്ല, അത് വേറെ ആളുകൾ കൊണ്ടുപോകും. ആ കാറ് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഒരു വർക്കറിനും തോന്നത്തില്ല. അതാണ് ജോലി ചെയ്യുന്ന പ്രൊഫഷണലായ ആളുകൾ അവരുടെ വർക്കിനകത്തുനിന്ന് അവർ അന്യപ്പെട്ടു പോകും. ആരെങ്കിലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അല്പമെങ്കിലും മറ്റേത് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒരു സിനിമ എടുത്ത ഒരാളിന് ഡയറക്ടറുടേതാണെന്ന് പറയുമ്പോഴും എത്ര പേര് ചേർന്നിട്ട് അത് ഉൽപ്പാദിപ്പിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും. വലിയ സിസ്റ്റത്തിനകത്താണ് അതൊക്കെ. അപ്പോൾ ഒരാൾക്ക് ഓൺ ചെയ്യാൻ കഴിയാത്തത്രയും അന്യപ്പെട്ടു പോയിരിക്കുന്ന ലോകത്താണ് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ ചെയ്ത പണിക്ക് കൂലി തരും, അത് മേടിച്ച് പൊക്കോണം. അല്ല നിങ്ങളുടെ വർക്കിനകത്ത് നിങ്ങൾ അഭിമാനിക്കുക എന്ന് പറയുന്നത് വല്ലവരും നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നത് വഴി വർഷത്തിലൊരിക്കൽ അംഗീകാരവും സ്ഥാനക്കയറ്റവും ഒക്കെ വരുന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വർക്കിനകത്ത് അല്ലാതെ നിങ്ങളെ കിട്ടത്തില്ല. മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേര് പല മാധ്യമ സ്ഥാപനങ്ങളുണ്ടാവും. അവരുടെയൊക്കെ പോളിസീസ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഒരു തരത്തിലും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ പ്രൊഫഷണലായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ ജോലി കൊടുക്കാൻ ഈ മാധ്യമങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിൽ ഉണ്ടാവുള്ളൂ. അപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഡിലേമ മാനേജ് ചെയ്യുക? ഡിലേമ ആരും മാനേജ് ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലോകത്തുള്ള സകല ഫാക്ടറിക്കോടൊപ്പം ഈ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് വെക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, IT-കാർക്കൊക്കെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന, യോഗ പഠിപ്പിക്കുന്ന ഈ സകല ഈ സന്യാസിമാരും അവിടെ റിക്രൂട്ട് ചെയ്ത് എത്തിപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ സംഘർഷം അനുഭവിക്കും. എംപ്റ്റി ആയിട്ട് ഇവർ മാറും. ടാർഗറ്റ് കൊടുക്കും, അതിനത്രയും പണിയെടുക്കണം. ആ പണിക്കകത്ത് ഒരിക്കലും അവരെ റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേതങ്ങനെയല്ല. നമ്മൾ ചെയ്ത ഒരു കലാശില്പം പോലെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു ആർട്ട് വർക്ക് പോലെ, നമ്മൾ ഉണ്ടാക്കിയ ഒരു കറി വെച്ച ഒരു അടുക്കളയിൽ കറി വെച്ചവർക്ക് പോലും ജോബ് സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കും. പക്ഷേ ഒരു ഇത്തരത്തിലുള്ള ഫാക്ടറി സിസ്റ്റത്തിനകത്ത് നിങ്ങളുടെ വർക്കിനകത്ത് നിങ്ങളെ കാണാനൊക്കത്തില്ല. അപ്പോൾ ഉണ്ടാകുന്ന എംപ്റ്റിനെസ് ഉണ്ടാകുന്ന നിങ്ങൾ ആത്മഹത്യ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് ഡിപ്രഷൻ ബാധിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യക്തിഗതമായ നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാൻ കഴിയാത്തവരാണെന്ന് നിങ്ങളെ ബോധ്യമാക്കി തരുന്നതിന് വേണ്ടിയാണ് ഈ എക്സ്ട്രാ ഫിറ്റിങ്ങിൽ സകല യോഗാഭ്യാസവും ഈ പറയുന്ന മെഡിറ്റേഷനും പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളായിരുന്നവർ ഇതേപോലെ പ്രശ്നം ആദ്യം അനുഭവിക്കുമ്പോഴാണ് അവർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി കോമൺ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് പരിഹാരങ്ങൾ അന്വേഷിച്ച് പോയത്. അത് വീണ്ടും ഇവർ ഇല്ലാതാക്കി കളഞ്ഞാണ്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ അനുവദിക്കത്തില്ല. വ്യക്തിഗതമാക്കി എല്ലാ പ്രശ്നങ്ങളും. നിങ്ങൾക്ക് ഡിപ്രഷൻ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ അറിഞ്ഞൂടാ. അതിന് കോപ്പി ചെയ്യാൻ അറിയുന്ന മെക്കാനിസമാണ് ഈ പറയുന്ന ധ്യാനവും സകല സാധനവും പഠിപ്പിക്കുന്നത്. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. ചാകര എടുക്കുന്ന സമയത്ത് അവിടെ സാധനം വിൽക്കാൻ പോകുന്നത് പോലാണ് ഈ ഫാക്ടറിക്ക് ചുറ്റിനും ഈ പറയുന്ന ആധുനികമായ എല്ലാ സ്ഥാപനത്തിന് ചുറ്റിനും ഇത്തരത്തിലുള്ള കച്ചവടക്കാർ, ആത്മീയ കച്ചവടക്കാർ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ഈ ആത്മീയതയുടെ ഇത്രയും രണ്ടാമത് വന്നതുപോലെ തോന്നുന്നത് മുഴുവൻ ഈ ആൾക്കാരുടെ എംപ്റ്റിനെസ് പരിഹരിച്ചു കൊടുക്കാൻ വ്യക്തിഗതമായി പ്രശ്നങ്ങളെ മാറ്റിയ ഒരു ലോകത്തിൻ്റെയാണ്. മറ്റേതങ്ങനല്ല, കൂട്ടായ്മയായിട്ടുണ്ടാകുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, നിങ്ങളുടെ കൂട്ടായ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഹ്ലാദം ഉണ്ടാകും. നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി അതിന് നിങ്ങൾക്ക് ഉടമസ്ഥാവകാശം അനുഭവിക്കും. ഒരു സ്റ്റീവ് ജോബ് ഫോൺ ഉണ്ടാക്കുന്ന സമയത്ത് അയാൾക്ക് സന്തോഷം ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആപ്പിളിൽ ജോലി ചെയ്യുന്നവർക്ക് ആർക്കും ഉണ്ടാകത്തില്ല. ഇത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ റിയലൈസേഷൻ്റെ പ്രശ്നമാണ്. അവിടെയാണ് ഈ പറയുന്ന മുഴുവൻ മുമ്പോ ജിംബോ എന്ന് നമ്മളിന്ന് പറയുന്ന ലോകത്തിലുള്ള
ഈ എന്താണ് ശ്രീയും ഒക്കെ എങ്ങനെ ഇറങ്ങി അങ്ങ് പുറപ്പെട്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഉണ്ടായത് അങ്ങനെയാണ്. ഈ ആളുകളെ സകല സെൻ ബുദ്ധിസവും താവോയിസവും കൺഫ്യൂഷനിസവും ഈ സ്പിരിച്വൽ എന്ന് നമ്മൾ പറയുന്ന യോഗവും സകല സാധനവും ഈ വീണ്ടും രണ്ടാമത് സർഫസ് ചെയ്തത് ഇത്രയധികം ഫാക്ടറിക്കകത്ത് empty ആയ മനുഷ്യരുടെ തലയ്ക്കകത്ത് അവരുടെ പ്രശ്നങ്ങൾ, വ്യക്തിഗതമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സഫർ ചെയ്യുന്ന ഡിപ്രഷൻ വരുന്നതെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായത്. അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളായിട്ടാണ് അതെപ്പോഴും നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതേ സമയത്ത് ഈ ഫാക്ടറി തന്നെ നമ്മളിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഷെയറിനകത്ത് ഇട്ട് നമ്മുടെ ഫാക്ടറി ആയിട്ട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനുഭവിക്കത്തില്ല. അത് ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പബ്ലിക് ഷെയറൊക്കെ ഉണ്ടായിട്ടുണ്ട്, വർക്കേഴ്സിനെ കൊണ്ട് അത് എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ട്രാപ്പ് പോലെയാണ് അത് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഓണർഷിപ്പ് ഇല്ല. കാരണം ഹെയറാർക്കിക്കലായിട്ട് തന്നെയാണ് ഇതെല്ലാം നിർത്തിയിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഒരു കൂട്ടായ കോഓപ്പറേറ്റീവ് സിസ്റ്റത്തിൻ്റെ വലിപ്പമല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മുടെ തന്നെ റിയലൈസേഷൻ അനുഭവിക്കാതാക്കി കളയും. അത് മറക്കണ്ട. അത് നിങ്ങൾ അത് പരിഹരിച്ചു എന്ന് വിചാരിക്കുന്നത് പരിഹരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയതാണ് ഈ ലോകം മുഴുവൻ ഇപ്പോഴും ഈ അമ്പലവും പള്ളിയല്ല ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും അത് പരിഹരിച്ചിട്ടുള്ള സമൂഹങ്ങളിനകത്ത് ഈ പള്ളിയും അമ്പലവും പോകും, അതിനകത്തേക്ക് ആൾ പോകത്തില്ല. പ്രാകൃത സമൂഹത്തിൽ നിന്ന് വീണ്ടും അവിടെ കൊണ്ടുപോയി ആ ആളുകളെ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി വീണ്ടും പള്ളിയൊക്കെ അമ്പലമൊക്കെ ഈ പറയുന്ന സൊസൈറ്റികളിൽ ഉണ്ടായെന്ന് വരാം എന്നുള്ളതല്ലാതെ അവിടെ ഫ്രീഡത്തോടെ ജീവിതത്തിനകത്ത് ചോയ്സസോടെ പഠിക്കുകയും ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം ജീവിക്കുകയും ചെയ്യുന്നവർ, പഠിക്കുന്നത് ജീവിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനേ നമ്മളെ പറ്റത്തുള്ളൂ. ആ പഠിക്കുന്നത് ജീവിക്കുന്ന സമൂഹങ്ങളിനകത്തൊക്കെ നമ്മൾ ഈ പറയുന്ന ആരാധനാലയങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളൊക്കെ യോഗം, മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള സെൽഫ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നടത്തുന്ന മുഴുവൻ ഒരു എക്സർസൈസസും ആവശ്യമായിട്ട് വരത്തില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വാഭാവികമായി സംതൃപ്തരായി മാറും. കാരണം നിങ്ങളുടെ വർക്കിനകത്ത് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യപ്പെടും. അപ്പോഴാണ് നിങ്ങൾക്ക് വേറൊരു ആവശ്യമില്ല, വേറൊരു ക്രച്ചസ് ആവശ്യമില്ല.